നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഗ്രീൻ റൂമിൽ നമ്മളെ ഞെട്ടിക്കുന്ന കുറെ പേരുണ്ടാവും. പക്ഷെ സ്റ്റേജില് നേരെ മറിച്ചായിരിക്കും. റിസൾട്ടിനെ കുറിച്ച് ചിന്തിച്ചാല് നമ്മൾ ടെൻഷനാവും. നീ അവളെ തന്നെയാണോ കണ്ടേ? അതെ സാർ. മിസ്സായല്ലോ. അത് നിത്യ തന്നെയാണോടാ? നിനക്ക് ഉറപ്പുണ്ടോ? അതെ അച്ഛാ, ഉറപ്പാണ്. ഇനി എവിടെ ചെന്ന് തിരയാനാ? നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയതാ. നിത്യമോള് ഈ നഗരത്തിൽ തന്നെയുണ്ട്. കലാമത്സരങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ടീച്ചേഴ്സിന്റെയും രക്ഷിതാക്കളുടെയും ശ്രദ്ധയ്ക്ക്. കുട്ടികളെ നേരത്തെ തന്നെ മത്സരത്തിന് റെഡിയാക്കി നിർത്തേണ്ടതാണ്. ഭരതനാട്യം ഉടൻ തന്നെ ആരംഭിക്കും. ഇനിയും ചെസ് നമ്പർ ലഭിക്കാത്തവർ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സുമായി ബന്ധപ്പെടുക. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. പത്മ ടീച്ചർ എന്താ ലേറ്റ് ആയത്? പ്രോഗ്രാമിന്റെ ചാർജ് ടീച്ചർക്കല്ലേ? എന്നിട്ട് എന്ത് പറ്റി? സോറി മാം, വണ്ടി വരാൻ കുറച്ച് ലേറ്റായി. ഞാനെല്ലാം സൗമ്യ ടീച്ചറെ ഏൽപ്പിച്ചിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം ഓക്കെയാ. ഓ ശരി. ഞാൻ ആദ്യമൊന്നൊന്ന് ഒരുക്കിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വരാം. ശരി. ആദ്യക്ക് ഏതാ കോമ്പറ്റീഷൻ? ഫാൻസി ഡ്രസ്. എങ്കിലായിക്കോട്ടെ, ചെല്ലും. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്. കലാപരിപാടികൾ ആരംഭിക്കുന്നു. ഹാളിലേക്ക് കടന്നിരിക്കുക. എനിക്ക് വലിയ പിടിയൊന്നുമില്ല. വേദി നമ്പർ പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ ചെയ്ത് പഠിക്കുന്നത്. ഉടൻ തന്നെ ആരംഭിക്കും. ഇനിയും ചെസ് നമ്പർ ലഭിക്കാത്തവർ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സുമായി ബന്ധപ്പെടുക. അച്ഛന് മേക്കപ്പ് ചെയ്യാൻ ഒട്ടും അറിയില്ലേ? അല്ല, തീരെ അറിഞ്ഞൂടാന്നല്ല, എനിക്കത്ര പരിചയമില്ലെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. കല്യാണമോളെ എന്റെ കൂടെ വിട്ടാ ഞാൻ ഒരുക്കിക്കോളാം. നിങ്ങൾക്കിതൊന്നും പരിചയമില്ലെന്ന് പറഞ്ഞുകൊണ്ടാട്ടോ. വേണ്ട, എന്റെ മോളെ ഞാൻ ഒരുക്കിക്കോളാം. ആ എങ്കി ആയിക്കോട്ടെ, വാ മോനെ. പത്മ ടീച്ചർ ആദ്യം നന്നായി ഒരുക്കും. എന്നാ പിന്നെ നീ പത്മ ടീച്ചറോടൊപ്പം. എടീ, പത്മ ടീച്ചർ ഒരുക്കാൻ നിനക്ക് ഫസ്റ്റും കിട്ടില്ല, സെക്കൻഡും കിട്ടില്ല. എനിക്കറിയാം എന്റെ മോളെ എങ്ങനെയാണ് ജയിപ്പിക്കേണ്ടത്. ഭരതനാട്യ മത്സരം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രച്ഛന്നവേഷ മത്സരം ആരംഭിക്കുന്നതാണ്. പങ്കെടുക്കുന്നവർ എത്രയും പെട്ടെന്ന് വേദി നമ്പർ 1 റിപ്പോർട്ട് ചെയ്യുക. അതെ, ഈ മേക്കപ്പിലൊന്നും അല്ല കാര്യം, പെർഫോമൻസിലാണ്.
സ്റ്റേജിലെത്തിയ ഓഡിയൻസിനെ കാണുമ്പോൾ കോൺഫിഡൻസോട് കൂടി നമ്മൾ പ്രസന്റ് ചെയ്യണം. മനസ്സിലായോ? ആ, കോൺഫിഡൻസ് ആണ് പ്രധാനം. വേഷം എത്ര നന്നായാലും ഇട്ടിരിക്കുന്ന വേഷം അത് തന്നെയാണെന്ന് തോന്നിപ്പിക്കണം. മനസ്സിലായോ? ഏയ്, നീ നിൽക്കുന്നവരുടെ വേഷം ഒന്നും കണ്ട് പേടിക്കണ്ട. അങ്ങനെ കുറെ പേരുണ്ടാവും. ഗ്രീൻ റൂമിൽ നമ്മളെ ഞെട്ടിക്കുന്ന കുറെ പേരുണ്ടാവും. പക്ഷെ സ്റ്റേജില് നേരെ മറിച്ചായിരിക്കും. റിസൾട്ടിനെ കുറിച്ച് ചിന്തിച്ചാല് നമ്മൾ ടെൻഷനാവും. അപ്പൊ എന്താ വേണ്ടേ? നമ്മൾ സിൻസിയർ ആയിട്ട് നമ്മുടെ പാട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. മനസ്സിലായോ മോന്? ഓക്കേ, അച്ഛനെ കൊണ്ടാവുന്ന വിധമൊക്കെ അച്ഛൻ മോളെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. സുന്ദരിയായിട്ടുണ്ട്. ഇപ്പൊ അമ്മയുടെ മോനല്ല, ശരിക്കും യശോദയുടെ കണ്ണൻ തന്നെയായിട്ടുണ്ട്. അയ്യേ, നീ അങ്ങോട്ട് നോക്കൊന്നും വേണ്ട. നീ നിന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇതിന്റെ യശോദയല്ലേ? സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. പോം. വാ. വാ, നമുക്ക് സ്റ്റേജിൽ പോവാം. വാ. ആ, നിന്നെ ഒരു വട്ടം കൂടെ നോക്കട്ടെ. എല്ലാം ഓക്കെ അല്ലേ? ഒന്ന് തിരിഞ്ഞ് നോക്കട്ടെ, ബാക്കൊക്കെ നോക്കട്ടെ. ആ, വാ 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 വാ, വേഗം പോ, വേഗം പോ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, കലാപരിപാടികൾ ആരംഭിക്കുന്നു. ദയവായി എല്ലാവരും ഹാളിലേക്ക് കടന്നിരിക്കുക. പത്മ ടീച്ചറെ, മോനൊരുക്കിയിരിക്കുന്നത് ഗംഭീരായിട്ടുണ്ട്. കണ്ട കൈയെടുത്ത് തൊഴാൻ തോന്നും. അസല കൃഷ്ണൻ തന്നെ. ആദി, നന്നായിട്ട് പെർഫോം ചെയ്യണം കേട്ടോ. ശരി. വാ. ഗീതു, എന്റെ മേക്കപ്പ് കൊള്ളാവോ? മോർണിംഗ് വന്നേ, മോർണിംഗ് വന്നേ. അച്ഛൻ ഒരു കാര്യം പറയട്ടെ. അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ, മേക്കപ്പിലല്ല അച്ഛനൊന്നും പെർഫോമൻസ്. മിണ്ടണ്ട. അവനെ കണ്ടോ ആദ്യേ? ഇവനായിരിക്കും എല്ലാവരുടെയും മുമ്പിൽ സ്റ്റാർ. ഇവനൊരു പണി കൊടുക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.